ഒരു രാജ്യത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഊർജം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അത് ഏത് തരം പ്രവർത്തനമോ ആയിക്കോട്ടെ, വ്യവസായങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ആയാലും ശരി, വാണിജ്യ മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിലായാലും ശരി, ഗാർഹിക മേഖലയിൽ നമുക്കാവശ്യമായ വിവിധ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന കാര്യത്തിലായാലും ശരി, കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിലായാലും ശരി, ഇതിൻ്റെ എല്ലാം പ്രധാനമായ ഒരു ആവശ്യമെന്ന് പറയുന്നത് ഊർജമാണ്. ഊർജമില്ലാതെ നമുക്ക് ഒരു പ്രവർത്തനവും നടത്തുവാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളിലെല്ലാം പലവിധ ഊർജ സ്രോതസ്സുകൾ കണ്ടുപിടിക്കുന്നതിനായാലും ശരി, ഉള്ള ഊർജ സ്രോതസ്സുകളുടെ പരമാവധി വിനിയോഗം ഉറപ്പുവരുത്തുന്നതിനായാലും ശരി, പലവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഊർജം സാധാരണക്കാർക്കും വ്യാവസായിക വാണിജ്യ മേഖലകൾക്കും ലഭ്യമാക്കുന്നതിലേക്കായി വിവിധ പ്രവർത്തനങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ തന്നെ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നമുക്ക് ഊർജ്ജ മേഖലയിൽ നമുക്ക് നേടുവാൻ കഴിഞ്ഞത്. അതായത് നമുക്ക് അതായത് റിന്യൂവബിൾ എനർജിയുടെ കാര്യത്തിൽ ആണെങ്കിൽ ആഗോളതലത്തിൽ നമുക്ക് 4ാം സ്ഥാനമാണ്. അതുപോലെ തന്നെ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ കാര്യത്തിലും ആഗോളതലത്തിൽ 4ാം സ്ഥാനം ഇന്ത്യക്കാണ്. അതുപോലെ സോളാർ എനർജി പ്രയോജനപ്പെടുത്തുന്നതിൽ ആഗോളതലത്തിൽ 3ാം സ്ഥാനം ഇന്ത്യയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ 100% ഗ്രാമങ്ങളിലും നമുക്ക് 2018 നമുക്ക് വൈദ്യുതി ലഭ്യമാക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ നിരവധി അച്ചീവ്മെൻറ്റ്സ് ഇന്ത്യക്ക് ഊർജ മേഖലയിൽ അല്ലെങ്കിൽ ഊർജ രംഗത്ത് നമുക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായാലും ശരി, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനായാലും ശരി, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനായാലും, ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന പരീക്ഷകളിലെല്ലാം ഈ ഊർജ മേഖലയെ സംബന്ധിച്ച് ധാരാളം ചോദ്യങ്ങൾ ഓരോ വർഷവും വരാറുണ്ട്. അത്തരത്തിൽ ഊർജ മേഖലയുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയും ഊർജ മേഖലയുമായി ബന്ധപ്പെട്ട വളരെ ഫണ്ടമെൻ്റലായ നിങ്ങളെ കൂടുതൽ പഠിക്കുന്നതിന് നിങ്ങളെ സഹായകരമാകുന്ന ഒരു അടിസ്ഥാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ PSC പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യമായി പറയാൻ പോകുന്നത് നമ്മുടെ ഊർജം, എനർജി സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? എനർജി സോഴ്സസുകൾ എന്ന് പറയും. നമുക്ക് വളരെ 2ആയി തരംതിരിക്കാം. ഞാൻ 2ആയിട്ടല്ല 3ആയി തരംതിരിക്കാൻ പോവുകയാണ്. ഒന്ന് റിന്യൂവബിൾ സ്രോതസ്സുകൾ. റിന്യൂവബിൾ അതായത് നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കുവാൻ കഴിയുന്ന റിന്യൂവബിൾ ആയിട്ടുള്ള ഇരിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളെയാണ് ഞാനിവിടെ റിന്യൂവബിൾ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സ് എന്ന് പറഞ്ഞ സോളാർ എനർജിയാണ്. അപ്പോൾ സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി, ബയോമാസിൽ നിന്നുള്ള എനർജി, അതുപോലെ ജിയോ തെർമൽ എനർജി, ഇനിയാണ് റിന്യൂവബിൾ എനർജി സ്രോതസ്സുകൾ എന്ന് പറയും. ഇതിനോടൊപ്പം വേണമെങ്കിൽ നമുക്ക് ന്യൂക്ലിയർ എനർജിയെ കൂടെ പെടുത്താം. അതുപോലെ തന്നെ ഹൈഡ്രജൻ പുതിയ എനർജി സ്രോതസ്സുകളാണ്. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും നമുക്ക് റിന്യൂവബിൾ സ്രോതസ്സുകളെന്ന് നമുക്ക് വിളിക്കാം. നോൺ റിന്യൂവബിൾ ഇല്ലെങ്കിൽ പ്രധാനമായും അത് ഉപയോഗിച്ച് കഴിഞ്ഞ് എന്നേക്കുമായി ഇല്ലാതാകുന്ന പ്രത്യേകിച്ചും ഫോസിൽ ടൈപ്പ് റിസോഴ്സസുകളാണ് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ. അത് ഒന്ന് കൽക്കരി, കോള്, ലിഗ്നൈറ്റ്, അത് കണക്ക് തന്നെ പെട്രോളിയം ഓയില്, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയവയെല്ലാം നോൺ റിന്യൂവബിളാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞതാണ്, നമുക്ക് പല പുസ്തകത്തിനകത്തും ആറ്റോമിക് എനർജി ഉണ്ട്. ആറ്റത്തിൻ്റെ ഫ്യൂഷൻ എന്നോ നമുക്ക് ലഭിക്കുന്ന ഊർജം.
ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് എമേർജിങ് ആയി, ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കാര്യമായി ഉപയോഗിക്കപ്പെടുത്താൻ കഴിയാത്തതും, ഇല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പലതരത്തിലുള്ള ഇന്നൊവേഷൻസും ഡെവലപ്മെൻറ്റ്സും നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു മേഖലയാണ് ഹൈഡ്രജൻ എനർജിയുടെ. അതിനു വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് പിന്നെ ഒരു ഹൈഡ്രജൻ മിഷൻ തന്നെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ ഹൈഡ്രജനിൽ കൂടെ നമുക്ക് ലഭിക്കാവുന്ന ഊർജത്തിൻ്റെ ആ പ്രധാനമായ നമുക്ക് ഊർജം കൂടുതലായി പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്. അതുപോലെ തന്നെ വേസ്റ്റ് എനർജി, വേസ്റ്റിൽ നിന്നും, അതായത് വേസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു വലിയൊരു വിപത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ വേസ്റ്റിൽ നിന്നുമുള്ള എനർജി, ഇതാണ് പ്രധാനമായി ഇനി എമേർജിങ് ആയി വന്നുകൊണ്ടിരിക്കുന്ന എനർജി സ്രോതസ്സുകൾ. അപ്പോൾ പ്രധാനമായും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്ന് പറയുന്നത് വാട്ട് ആർ ദ നോൺ കൺവെൻഷൻ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ എനർജി സ്രോതസ്സുകൾ ഏതൊക്കെയാണ്, റിന്യൂവബിൾ ഏതൊക്കെയാണ്, സോഴ്സ് തന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും നോൺ റിന്യൂവബിളായ സോഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കുക, ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന നോൺ റിന്യൂവബിളായിട്ടുള്ള എനർജി ഏതാണ് തുടങ്ങിയ ചോദ്യങ്ങൾ PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ എനർജി സ്രോതസ്സുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേന് ഇതിന് ഏതൊക്കെ റിന്യൂവബിളാണ്, ഏതൊക്കെ നോൺ റിന്യൂവബിളാണെന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇന്ത്യക്ക് വളരെ നല്ല രീതിയിലുള്ള പുരോഗതി നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത്, വൈദ്യുതിയുടെ കാര്യത്തിൽ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത് 4,60,2 മെഗാവാട്ടാണ് നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം, 4,60,2 മെഗാവാട്ടാണ് നമ്മുടെ സ്ഥാപിത ശേഷി, ഇല്ലെങ്കിൽ ഇൻസ്റ്റൾഡ് കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻസ്റ്റൾഡ് കപ്പാസിറ്റിയും ഉണ്ട്, പവർ ജനറേഷനും ഉണ്ട്, അതിൽ ചെറിയ അന്തരങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാനിവിടെ രണ്ടായി തരംതിരിക്കുകയാണ്. ഫോസിൽ സോഴ്സസുകളെന്നും നോൺ ഫോസിൽ സോഴ്സുകളെന്നും രണ്ടായി തരംതിരിക്കുകയാണ്. അത് ഫോസിൽ സോഴ്സുകളെന്ന് പറയുന്നതിനകത്താണ് കൽക്കരി, ലിഗ്നൈറ്റ്, ഗ്യാസ്, നാച്ചുറൽ ഗ്യാസ്, അതുപോലെ തന്നെ ഡീസൽ തുടങ്ങിയവ. അപ്പോൾ ആ ഫോസിൽ സോഴ്സുകളിൽ നിന്നും 2023-24 വർഷം 2,40,41,377 മെഗാവാട്ടാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചത്. ഇത് മൊത്തം ഉൽപ്പാദനത്തിൻ്റെ 52.9% വരും. ഓക്കെ. രണ്ടാമതായി ഞാൻ പറയാൻ പോകുന്നത് 2023-24 നോൺ ഫോസിൽ സോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കണം. അതിൽ നിന്നും നമുക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന വൈദ്യുതിയുടെ അളവ് എത്രയാണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നോൺ ഫോസിൽ സോഴ്സുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഹൈഡ്രോ എനർജി, അല്ലെങ്കിൽ ജലവൈദ്യുതി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ 2023-24 46,968 മെഗാവാട്ടാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചത്. കാറ്റിൽ നിന്നും അതൊട്ടും മോശമല്ലാത്ത എനർജിയാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചത്. അത് 48,163 മെഗാവാട്ടാണ് ഉൽപ്പാദിപ്പിച്ചത്. സോളാർ വളരെ എമേർജിങ് ആയിട്ടുള്ള, വളരെ നല്ല രീതിയിലുള്ള വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സോളാർ മേഖല, അല്ലെങ്കിൽ സോളാർ എനർജി എന്ന് പറയുന്നത്. സോളാർ എനർജിയിൽ നിന്നും 97,865 മെഗാവാട്ട് വൈദ്യുതിയാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞത്. ബയോമാസിൽ നിന്നും 10,728, വേസ്റ്റിൽ നിന്നും നമുക്ക് 620, സ്മാൾ ഹൈഡ്രജൻ, മിനി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ എന്നൊക്കെ പറയുന്ന ആ പ്രോജക്റ്റുകളിൽ നിന്നും നമുക്ക് 5,101, ന്യൂക്ലിയർ എനർജിയിൽ നിന്നും 8,180 ഉൾപ്പെടെ നോൺ ഫോസിൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്നുള്ള സ്രോതസ്സുകളിൽ നിന്നും 2024 വർഷം 2,17,625 മെഗാവാട്ടാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചത്. അതായത് മൊത്തം ഉൽപ്പാദനത്തിൻ്റെ 47.1% വരും നോൺ ഫോസിൽ എനർജി സ്രോതസ്സുകളിൽ നിന്ന് നമ്മൾ 2023-24 ഉൽപ്പാദിപ്പിച്ചത്. അങ്ങനെ ഫോസിൽ സോഴ്സുകളും നോൺ ഫോസിൽ സോഴ്സുകളും കൂടി നമ്മൾ ആകെ കൂട്ടുകയാണെങ്കിൽ 2023-24 വർഷം ഇന്ത്യയിൽ 4,60,62 മെഗാവാട്ട്
വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. ഓക്കെ, ദാറ്റ് ഈസ് അവർ ഇൻസ്റ്റൽഡ് കപ്പാസിറ്റി. പ്രൊഡക്ഷൻ അല്ല, ഇൻസ്റ്റൽഡ് കപ്പാസിറ്റി, സോറി. അപ്പോൾ എത്രയാണ് പരീക്ഷയ്ക്ക് നമ്മൾ ചോദിക്കുകയാണ് ഇന്ത്യയിലെ മൊത്തം ഇൻസ്റ്റൽഡ് കപ്പാസിറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയേണ്ടത് 4,62,000 4,62,000 എന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. അപ്പോൾ അതിനകത്ത് ഫോസിൽ സോഴ്സുകളിലെ ഷെയർ എന്ന് പറയുന്നത് 52%, 52 52.9% എന്ന് പറഞ്ഞാൽ 53%, അതിന് ബാക്കി 47% നോൺ ഫോസിൽ സ്രോതസ്സുകളുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ വർഷമായി ആ ഇൻസ്റ്റൽഡ് കപ്പാസിറ്റിയിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. ഓക്കെ, വളരെയധികം മാറ്റമാണ് ആ ഇൻസ്റ്റൽഡ് കപ്പാസിറ്റിയിൽ വന്നിരിക്കുന്നത്. നമുക്കിനി നോക്കേണ്ടത് ആ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഇന്ത്യക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞ പവർ ജനറേഷൻ. അപ്പോൾ ഇൻസ്റ്റൽഡ് കപ്പാസിറ്റി പൂർണ്ണമായും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വൈദ്യുതിയാക്കി മാറ്റാൻ ചില വർഷങ്ങളിൽ കഴിഞ്ഞിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആക്ച്വൽ പവർ ജനറേഷൻ എത്രയായിരുന്നു എന്നുള്ളതാണ് നമുക്കിനി നോക്കാം. ഇന്ത്യയിൽ വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഒട്ടനവധി പദ്ധതികളും സ്കീമുകളും ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ഊർജോൽപാദനം ബഹുമടങ്ങ് വർദ്ധിപ്പിക്കുന്നതിനും എല്ലാ വില്ലേജിലും വൈദ്യുതി ലഭ്യമാക്കുന്നതിനും വൈദ്യുതി ഷോർട്ടേജ് കുറയ്ക്കുന്നതിനുമൊക്കെ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റിന്യൂവബിൾ എനർജിയുടെ കാര്യത്തിൽ 4ാം സ്ഥാനം ഇന്ത്യക്കാണ്. അതുപോലെ തന്നെ വിൻഡ് പവറിൻ്റെ കാര്യത്തിൽ 4ാം സ്ഥാനം വിൻഡ് പവറിൻ്റെ കാര്യത്തിലും ഇന്ത്യക്കാണ്. സോളാർ പവറിലാണെങ്കിൽ നമുക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ 3ാം സ്ഥാനം ഇന്ത്യക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ആ ഒരു ഷോർട്ടേജ് ഇല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു കാലത്ത് 8%, 5%, 6% ആയിരുന്ന ആ ഒരു ഡെഫിസിറ്റ് ഇപ്പോൾ 0.1% കുറയ്ക്കുവാൻ 2023-24 നമുക്ക് ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ 2.8 കോടി ജനങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. പെർ ക്യാപിറ്റ കൺസംഷൻ നമുക്കിപ്പോൾ 1395 kWh ആക്കി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതൊക്കെ വളരെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം നല്ല പ്രോത്സാഹനജനകമായ ഒരു പ്രവർത്തനമാണ് പവർ മേഖലയ്ക്ക് നേടുവാൻ കഴിഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആദ്യം ഞാൻ 2023-24 ഡിസംബർ വരെയുള്ള കണക്കുകൾ ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് 2015 വന്നിരിക്കുന്ന മാറ്റവും ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൽഡ് കപ്പാസിറ്റി, നമ്മുടെ ശേഷി എന്ന് പറയുന്നത് 4,62,002 മെഗാ വാട്ട്സാണ് നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് ഞാൻ 2ആയി തരംതിരിക്കുകയാണ്. അതായത് ഫോസിൽ ഫ്യൂവൽ എന്നും നോൺ ഫോസിൽ ഫ്യൂവൽ. ആ ഫോസിൽ മേഖലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോസിൽ മേഖല 2,44,377 മെഗാവാട്ടാണ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. ആ നോൺ ഫോസിൽ സ്രോതസ്സുകളെല്ലാം കൂടി 2,17,625 മെഗാവാട്ട്സുമാണ് ഉൽപ്പാദിപ്പിച്ചത്. അതായത് കൃത്യമായി നമ്മൾ പറയുകയാണെങ്കിൽ കൽക്കരി മേഖലയുടെ സംഭാവന എന്ന് പറയുന്നത് 46%, അതായത് 2,12,350 മെഗാവാട്ട്സ് ആയിരുന്നു. അത് ലിഗ്നൈറ്റിലേക്ക് വരുമ്പോഴത്തേന് ലിഗ്നൈറ്റ് നമുക്കറിയാം തമിഴ്നാട്ടിൽ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. അവിടെ 6,620. നാച്ചുറൽ ഗ്യാസ് 24,818. ഡീസൽ എന്ന് പറഞ്ഞ് 589 മെഗാവാട്ട്സുമാണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. അങ്ങനെ 2,44,377 നമുക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും.
അത് നോൺ ഫോസിൽ ഫ്യൂവലിൻ്റെ നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ മൊത്തം നമുക്ക് 2,17,625, അതായത് 47% വൈദ്യുതി നമുക്ക് നോൺ ഫോസിൽ ഫ്യൂവലിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ മൊത്തം ഞാൻ ഒന്നും കൂടെ പറയാം. മൊത്തം നമ്മുടെ ശേഷി ഇൻസ്റ്റലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4,62,2 മെഗാവാട്ട്സ് ആയിരുന്നു. അത് ഞാൻ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോൺ ഫോസിലിൻ്റെയാണ് കൊടുത്തത്. മൊത്തത്തോടെ കപ്പാസിറ്റി അല്ല കൊടുത്തിരിക്കുന്നത്, നോൺ ഫോസിലിൻ്റെ കൊടുത്തിരിക്കുന്നത്. ആ നോൺ ഫോസിലുകളിൽ നമുക്ക് നോക്കുമ്പോഴത്തേന് 47% സംഭാവന ചെയ്യുന്ന സോളാർ പവറാണ് മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ബയോ പവർ 4.92, അതായത് ചെറുകിട ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ 2.17, വിൻഡ് പവർ 21%, ന്യൂക്ലിയർ വളരെ കുറവാണ് 3.71, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് 20.35. നോൺ ഫോസിൽ ഫ്യൂവലിൽ വിവിധ മേഖലകൾ സംഭാവന, അതായത് വൈദ്യുതിയുടെ ജനറേഷനിൽ സംഭാവന ചെയ്യും. നമുക്കിനി ഈ ഞാൻ പറഞ്ഞു ഈ 2025 ഇൻസ്റ്റലേഷൻ്റെ കണക്കാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നമുക്ക് 2025 ജൂണിലെ ഏറ്റവും ലേറ്റസ്റ്റായ കണക്ക് പ്രകാരം ഇന്ത്യയിലെ നമ്മുടെ കപ്പാസിറ്റി എന്ന് വെച്ചാൽ 475 ഗിഗാവാട്ട്സ് ആണ്. അതായത് നമ്മൾ ഒരു താരതമ്യപ്പെടുത്തുന്നത് പറയുവാണെങ്കിൽ 305 ഗിഗാവാട്ട്സ് ആയിരുന്നു 2015-16. അതാണിപ്പോൾ 475 ഗിഗാവാട്ട്സ് ആയി വർദ്ധിച്ചത്. ഞാനിവിടെ നമുക്ക് കപ്പാസിറ്റി ആദ്യം പറഞ്ഞു. ഇനി നമുക്ക് ജനറേഷനാണ് നോക്കേണ്ടത്. പവർ ജനറേഷനിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ 2009-10 കാലഘട്ടങ്ങളുമായി നോക്കുമ്പോഴത്തേന് നമുക്ക് വളരെ അധികം പവർ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് 2024-25 കഴിഞ്ഞു എന്ന് മാത്രമല്ല, നമ്മുടെ ഉയർന്നു വരുന്ന ആവശ്യങ്ങൾക്ക് നമുക്ക് വൈദ്യുതി എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള അന്തരം 7.56% ഡെഫിസിറ്റ് 2024-25 ആയപ്പോഴത്തേന് വളരെയധികം കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 0.1% ഇപ്പോഴത്തെ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഒരു സമയം 7-8% ഒരു ഇതാണ്. അപ്പോൾ നമ്മുടെ ആ ജനറേഷനിൽ വന്നിരിക്കുന്ന വർധനവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു വർഷം ഒഴിച്ച്, അതായത് 2020-21 കാലം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വർഷവും നമ്മുടെ പവർ ജനറേഷൻ വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് ഓൺ ആൻ ആവറേജ് നോക്കുകയാണെങ്കിൽ 5% കൊണ്ട് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ട് ഗ്രോത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പോയിട്ട് നമ്മുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 5.31% നമ്മുടെ പവർ ജനറേഷനിൽ വന്നിരിക്കുന്ന വർധന. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ബില്ലിംഗ് യൂണിറ്റ്സ് കൊടുത്ത് 1824 കമറൽ ജനറേഷൻ. ബില്ലിംഗ് ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോൺ ഫോസിൽ ഷെയർ ഇത് തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഘടനാപരമായ സ്ട്രക്ചറൽ ചേഞ്ചസ് എത്രത്തോളമാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ കളർ നോക്കിയാൽ അറിയാം. നമ്മൾ ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്നത് നമ്മുടെ അതിൻ്റെ ഡിപ്പെൻഡൻസ് കുറയ്ക്കുവാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. അത് 61.4% ഷെയർ ഇപ്പോൾ അത് കുറഞ്ഞ് 52.9% ഫോസിൽ ഫ്യൂവലുടെ ഡിപ്പെൻഡൻസ് നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോൺ ഫോസിൽ സ്രോതസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് നമ്മൾ ഒരു സസ്റ്റൈനബിൾ എനർജിക്ക് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അതിൻ്റെ ഷെയർ എന്ന് പറയുന്നത് വെറും 38%. അതായത് 2021 വർഷത്തിൽ 38% നോൺ ഫോസിൽ ഫ്യൂവൽ ഷെയർ നമുക്കിപ്പോൾ 47.1% വർദ്ധിപ്പിക്കാം. അതായത് 38-ൽ നിന്ന് 47.1% വർദ്ധിപ്പിക്കുവാനും അതിൽ നോൺ ഫോസിലിൻ്റെ ഡിപ്പെൻഡൻസ് നമുക്ക് 52% കുറയ്ക്കുവാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളൊരു വലിയൊരു ഇന്ത്യക്ക് നേടുവാൻ കഴിയുന്നൊരു വലിയൊരു കാര്യമാണ്.
ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ പവറിൻ്റെ കാര്യത്തിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തമ്മിലുള്ള അന്തരമാണ് പറയാൻ പോകുന്നത്. അതായത് ഒരു കാലത്ത് ഏകദേശം നമുക്ക് 10% ആയിരുന്നു നമ്മുടെ ഡെഫിസിറ്റ്, അതായത് നമ്മുടെ ആവശ്യവും നമ്മുടെ ലഭ്യതയും തമ്മിലുള്ള അന്തരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 2009 കാലഘട്ടങ്ങളിൽ നമ്മുടെ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞ് 10.1% ആയിരുന്ന ഡെഫിസിറ്റ് ഇപ്പോൾ അത് 0.1% കുറയ്ക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് എത്ര കാര്യക്ഷമമായാണ് നമ്മുടെ പവർ മേഖല പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. അപ്പോൾ നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് നമുക്ക് പവർ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു സവിശേഷതയായിട്ടുള്ളത്. ഞാൻ ഇനി പറയാൻ പോകുന്നത് ഫോസിൽ മേഖലയിലായാലും ശരി, നോൺ ഫോസിൽ മേഖലയിലായാലും വിവിധ മേഖലകളുടെ പ്രവർത്തനവും ഫോസിൽ മേഖല ഇന്ന് എത്രത്തോളം ഉണ്ടെന്നും അവരുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ആദ്യമായി ഞാൻ കോളിൻ്റെ കാര്യമാണ് പറയുന്നത്. കൽക്കരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ലഭ്യമായ കൽക്കരിയുടെ അളവെന്ന് പറയുന്നത് ഇപ്പോൾ 389.42 ബില്യൺ ടണ്ണാണ് കോൾ നമുക്ക് റിസർവ് ആയിട്ടുള്ളത്. കണക്കുകൾ പറയുന്നത് ഈ 389.42 ബില്യൺ എന്ന് പറയുന്നത് വരുന്ന 200 വർഷത്തേക്കെങ്കിലും നമുക്ക് ആവശ്യത്തിനത് മതിയാകും എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ കോൾ പ്രൊഡക്ഷനിൽ കൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതുണ്ടാക്കുന്ന മലിനീകരണം കൂടുതലായതുകൊണ്ട് കോളിനെ അധിഷ്ഠിതമായ വൈദ്യുതി ഉൽപ്പാദനം കുറയ്ക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് പരമാവധി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ, ഗ്രീൻ ഹൗസ് അതിൻ്റെ എമിഷൻ കുറയ്ക്കുന്നതിനാവശ്യമായ പുതിയ ടെക്നോളജി ഉപയോഗിച്ചും പുതിയ രീതി ഉപയോഗിച്ചും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്തു ആകട്ടെ 70% ഇന്ത്യയിൽ കോള് ലഭ്യമാക്കുന്നത് പ്രധാനമായും 4 സ്റ്റേറ്റുകളിൽ നിന്നുമാണ് ലഭ്യമാക്കുന്നത്. ഒന്ന് ഒഡീഷയാണ് ഏറ്റവും കൂടുതൽ കോൾ ശേഖരമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. ഒഡീഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ, പിന്നെ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് രാജ്യത്തുള്ള കോൾ മേഖലയുടെ 70% റിസർവും ലഭ്യമായിട്ടുള്ളത് ഈ 4 സ്റ്റേറ്റുകളിലാണ്. നമുക്കിനി നോക്കേണ്ടത് റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്നാണ് നോക്കേണ്ടത്. റിന്യൂവബിൾ ആയിട്ടുള്ളത് റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സുകളാണ് നമ്മൾ എൻകറേജ് ചെയ്യപ്പെടേണ്ടത്. മനസ്സിലായി? കാര്യം റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സ്രോതസ്സുകളെ നമ്മൾ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു എനർജി സസ്റ്റൈനബിലിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു എത്രത്തോളമാണ് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജിയുടെ ഇൻസ്റ്റലേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 209.4 GW ആണ്, ഗിഗാവാട്ട്സാണ്. അത് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. വലിയൊരു മാറ്റമാണ് നമുക്ക് കഴിഞ്ഞ 15.8% വളർച്ചയാണ് കഴിഞ്ഞ വർഷം നമുക്ക് രേഖപ്പെടുത്തുവാൻ കഴിഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ് റിന്യൂവബിൾ എനർജി സ്രോതസ്സുകളിൽ ഡെവലപ്പ് ചെയ്യുന്നതിൽ നമ്മൾ വളരെയധികം മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് സോളാർ പവറിനെ കുറിച്ചാണ്, സൗരോർജ്ജത്തെ കുറിച്ച്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് സൗരോർജ്ജത്തിലാണ്. കാര്യം സുലഭമായി ലഭിക്കുന്ന സൗരോർജ്ജ എനർജിയെ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തെ നമ്മൾ മാറ്റി അതിനെ നമുക്ക് വൈദ്യുതോർജ്ജമായി മാറ്റുന്ന ഒരു പ്രക്രിയയ്ക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് സബ്സിഡി ആയാലും ശരി, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വർദ്ധിപ്പിക്കുന്നതിനായാലും ശരി, അതിൻ്റെ കോമ്പണൻസിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് വർദ്ധിപ്പിക്കുന്നതിന്, അങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സൗരോർജ്ജ വർധനവിന് വേണ്ടി ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് 2025 110.9 ഗിഗാവാട്ടായി അതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ട്. അതിവിടെ കൊടുത്തിട്ടുണ്ട് 110.9 ഗിഗാവാട്ടായി സോളാർ കപ്പാസിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലിഗ്നൈറ്റ്
അതുപോലെ തന്നെ ലിഗ്നൈറ്റ്, നമുക്കറിയാം ലിഗ്നൈറ്റിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്കറിയാം. നമുക്ക് ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നതിനായാലും ശരി, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായാലും ശരി, തമിഴ്നാട്ടിൽ സുലഭമായി, പ്രത്യേകിച്ച് നെയ്വേലിയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ലിഗ്നൈറ്റിൻ്റെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അവരുടെ റിസർവ് എന്ന് പറയുന്നത് 47.30 ബില്യൺ ടണ്ണാണ് അവിടെ റിസർവായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതുപോലെ 79% റിസർവ് തമിഴ്നാട്ടിലാണ് ലിഗ്നൈറ്റിൻ്റെ ഉള്ളത്. അതുപോലെ തന്നെ വിൻഡ് പവറിൻ്റെ ഒരു സാധ്യതയും വളരെ കൂടുതലാണ്. തമിഴ്നാട്ടിൽ പോലുള്ള സ്റ്റേറ്റുകളിൽ വളരെ കൂടുതൽ വിൻഡ് പവർ ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിൽ പോലെ രാമക്കൽമേട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യ KSEB നമ്മുടെ വിൻഡ് പവർ യൂണിറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അത്രയും പോപ്പുലറായ ഈ വിൻഡ് പവർ കേരളത്തിൽ വന്നിട്ടില്ല എങ്കിൽ പോലും തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ വിൻഡ് പവറിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഹൈഡ്രോ പവർ ജനറേഷൻ, അതായത് നമുക്ക് കേരളത്തിലും ഹിമാചൽ പ്രദേശ്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ അവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളെയാണ്, ജലവൈദ്യുത പദ്ധതികളെയാണ്. അപ്പോൾ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള കപ്പാസിറ്റിയാണ് 48 ഗിഗാവാട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിനി പറയാൻ പോകുന്നത് കേരളത്തിൽ തന്നെ ഇലക്ട്രിക് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രധാന ഇലക്ട്രിക് പ്രോജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ള ഒരു കൊടുത്തന്നെ നമുക്ക് 14 ഇലക്ട്രിക് പ്രോജക്റ്റുകളാണ് കേരളത്തിൽ പ്രധാനമായിട്ടുള്ളത്. അത് ഏതൊക്കെ നദികളിലാണെന്നും ഏതൊക്കെ ജില്ലകളിലാണെന്നും ആ പ്രോജക്റ്റുകളുടെ പേര് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. PSCയുടെ പല പരീക്ഷകളിലും ഈ പ്രോജക്റ്റുകളെ സംബന്ധിച്ചുള്ള ഒന്നുകിൽ അത് ഏത് വർഷം തുടങ്ങിയെന്നായിരിക്കും, ഇല്ലെങ്കിൽ ഏത് നദിയിലാണ് ചെയ്തിരിക്കുന്നതെന്നുണ്ടാവും, ഇല്ലെങ്കിൽ അത് ഏത് ജില്ലയിൽ, അങ്ങനെ പല ചോദ്യങ്ങളും ഈ ഇലക്ട്രിക് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ ചോദിക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അറിവിലേക്കാണ് ഞാനിവിടെ 14 ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ബയോ പവർ, അതായത് നമുക്ക് ഈ വേസ്റ്റിൽ നിന്നും, അതായത് ഭക്ഷ്യസാധനങ്ങളിൽ നിന്നായാലും ശരി, അടുക്കള മാലിന്യങ്ങളായാലും ശരി, മാർക്കറ്റ് വേസ്റ്റ്, അങ്ങനെയുള്ള ബയോ പവർ ആണ് നമ്മൾ ഇനി ഞാൻ പറയാൻ പോകുന്നത്. കാര്യം ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വേസ്റ്റ് ജനറേഷൻ ഇന്ന് വലിയ പ്രയാസം ഉണ്ടാകുന്നൊരു കാര്യമാണ്. അത് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ വളരെ പ്രയാസമാണ്, നമുക്കത് മറ്റു പല രൂപത്തിലാക്കുന്നതിനും വളരെ പ്രയാസമാണ്. അപ്പോൾ അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു നേട്ടമാണ്. അങ്ങനെ ബയോ പവർ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂക്ലിയർ എനർജിക്ക് പാരിസ്ഥിതികമായി പല പ്രദേശങ്ങളിലും നിരവധി അജിറ്റേഷൻസിന് കാരണമായിട്ടുണ്ട് എങ്കിൽ പോലും ന്യൂക്ലിയർ എനർജിയെ ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. ഇന്ത്യ നമുക്കിവിടെ കൊടുത്തിട്ട് മെഗാവാട്ട്, അതായത് 8780 മെഗാവാട്ടാണ് 2025 നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞത്. അത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പ്രധാനമായും ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ എനർജി പ്രോജക്റ്റ് എവിടെയാണ് തുടങ്ങിയത്, നമ്മുടെ അയൽ സംസ്ഥാനമായ കൽപ്പാക്കത്തുള്ള പ്രത്യേകതകൾ എന്താണ്, അങ്ങനെയുള്ള തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി എപ്പോഴും പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതുകൊണ്ട് ന്യൂക്ലിയർ പ്രോജക്റ്റിനെ സംബന്ധിച്ചുള്ള ഈ പ്രധാനമായ പ്രോജക്റ്റുകൾ ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് ഉള്ളതെന്നും എത്രത്തോളം എനർജിയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നും ഒക്കെ ഉള്ളത് കൂടെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകേണ്ടത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള, അതായത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സ്രോതസ്സുകളുടെ ഇതാണ് പറയുന്നത്. അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ സ്രോതസ്സുകളിൽ നിന്ന് ആ നോൺ റിന്യൂവബിളുടെ ഉപയോഗം പരമാവധി പരിമിതപ്പെടുത്തുവാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാനിനി നിങ്ങളുമായി ഷെയർ ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്. ആ കോളിൻ്റെ കാര്യം മുമ്പ് ഞാൻ പറഞ്ഞതാണ്. കോളിൽ 2025 പുതിയ കണക്കുകളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. മറ്റത് 2024 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2025 പുതിയ കണക്കുകളുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ 2024-25 1048 മെഗാവാട്ട്സ് ആയിരുന്നു നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞ മില്യൺ ടൺസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കോളിൻ്റെ സപ്ലൈയിൽ വന്നിരിക്കുന്ന വ്യത്യാസം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൾ മേഖലയിൽ നമുക്ക് ധാരാളം പ്രതിസന്ധികളുണ്ട് എങ്കിൽ പോലും നമുക്കത് അതിൽ നിന്നുള്ള വിഭവങ്ങൾ പരമാവധി ടാപ്പ് ചെയ്യാനായി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റുള്ള കപ്പാസിറ്റി ഞാനത് 2025 കപ്പാസിറ്റി ഞാൻ വീണ്ടും നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി വീണ്ടും കൊണ്ടുവരികയാണ്.
അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഒന്നും കൂടി ഇത് വായിച്ച് നോക്കണം. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് പവർ സെക്ടർ, കേരളത്തിലെ പവർ സെക്ടറുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കൂടുതലായിട്ട്. പ്രത്യേകിച്ചും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിൽ ചോദിക്കാറുണ്ട്. അപ്പം നമ്മുടെ ടോട്ടൽ കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1,38,64,176 പേരാണ് നമുക്ക് ഉള്ളത്. അതിൽ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിൻ്റെ എണ്ണമാണ് 75%. അതായത് 1,94,94,734 പേര് ഹൗസ് ഹോൾഡ് കൺസ്യൂമേഴ്സാണ് ഉള്ളത്, അതായത് 75%. അതുപോലെ തന്നെ നമുക്ക് കൊമേഴ്സ്യൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ 18.9% പേരാണ് ഉള്ളത്. അത് 26,14,838 കൊമേഴ്സ്യൽ യൂസേഴ്സുമാണ് കേരളത്തിലെ KSEB മാത്രമല്ല പൊതുവെ ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് ഈ ഡൊമസ്റ്റിക് അത് ഏതൊക്കെ മേഖലകളിലേക്കാണ് നമ്മൾ പവർ സപ്ലൈ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 50%, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 49.6% പവർ ഉപയോഗിക്കുന്നത് കൊമേഴ്സ്യൽ ഡൊമസ്റ്റിക് സെക്ടറാണ്. അപ്പോൾ കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കടകൾ, ബാങ്കുകൾ തുടങ്ങിയതൊക്കെ എന്ന് പറഞ്ഞാൽ 16.9, അതായത് 17% ഉപയോഗിക്കുന്നത്. ഇൻഡസ്ട്രിയൽ മേഖലയാണ് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം 2% താഴെയാണ്. അവരാണ് 26.6% വൈദ്യുതി കേരളത്തിൽ ഉപയോഗിക്കുന്നത്. ഒന്നുകൂടെ പറയാം, അതായത് 50%-അടുത്ത് കൺസംപ്ഷൻ ഹൗസ് ഹോൾഡ് മേഖലയാണ്, കൊമേഴ്സ്യൽ മേഖല 17%, ബാക്കിയുള്ള 27%-ഓളം വൈദ്യുതി ഇൻഡസ്ട്രിയൽ സെക്ടറുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഇൻസ്റ്റൽഡ് കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഹൈഡൽ, അതായത് നമുക്കറിയാം ജലവൈദ്യുത പദ്ധതികളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അത് 57.2% നമ്മുടെ വൈദ്യുതി മേഖല കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് ജലവൈദ്യുതിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് സോളാർ പവർ 27% സോളാർ പവർ ലഭിക്കുന്നുണ്ട്. അതുപോലെ തെർമൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ നമുക്കറിയത്തുള്ളൂ. നമുക്ക് അറിയാം 1.9% മാത്രമാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നത് ഇതാണ്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ്. കാര്യം ഏറ്റവും കൂടുതൽ 57% ഹൈഡൽ വൈദ്യുതിയാണ് നമ്മൾ കേരളം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ ഇതിൻ്റെ ഉപയോഗവും അത് കൺസംപ്ഷൻ, കേരളത്തിൽ എത്ര കൺസംപ്ഷൻ എന്നുള്ളത് ഞാൻ ഡയഗ്രാമാറ്റിക് റെപ്രസെൻ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ കപ്പാസിറ്റി ഞാൻ ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ ഹൈഡൽ എത്രയാണ്, തെർമൽ എത്രയാണ്, സോളാർ എത്രയാണ്, വിൻഡ് എത്രയാണെന്നുള്ളത് ഇവിടെ ടോട്ടൽ കപ്പാസിറ്റിയുടെ കാര്യവും ഞാൻ ഇവിടെ പെർസെൻറ്റേജിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ, അതായത് ഏതൊക്കെ രീതിയിലാണ് ഇതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നത്, ഏതൊക്കെ മേഖലകളാണ് കൂടുതൽ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരാൾ പഠിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ഏകദേശ ഗൈഡ് ലൈൻസ് തരാൻ വേണ്ടിയാണ് ഞാൻ ചോദ്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കുറേ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, മറ്റു പലതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ്. നിങ്ങളെ പരിചയപ്പെടുത്തുക മാത്രമാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ടോട്ടൽ കോൾ റിസർവ് ഇൻ ഇന്ത്യ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അത് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ, 389 ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഇതെന്ന് പറയുന്നത് 200 ഞാൻ അവിടെ പറഞ്ഞ് ഓർക്കണം, 200 വർഷത്തേക്ക് വരെ തികയാൻ കഴിയുന്ന അല്ലെങ്കിൽ മതിയാകുന്ന കോൾ റിസർവ് നമുക്കുണ്ട്. അത് ഏതൊക്കെ സ്റ്റേറ്റുകളാണെന്ന് ഞാൻ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒഡീഷയാണ് ഏറ്റവും കൂടുതൽ. ഒഡീഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ് സ്റ്റേറ്റുകളാണ് കൂടുതൽ റിസർവ് കോൾ റിസർവ് ഉള്ളത്. അതുപോലെ മറ്റേ നമുക്ക് വാട്ട് ഈസ് എസ്റ്റിമേറ്റഡ് ക്രൂഡ് ഓയിൽ റിസർവ് എത്രയാണ്, അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഇത് എത്രയാണ്, അതുപോലെ തന്നെ നമ്മുടെ എനർജി സോഴ്സ് ബാക്ക് ബോൺ, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എനർജി സപ്ലൈ ചെയ്യുന്ന ഏത് സ്രോതസ്സാണ്, എല്ലാവർക്കും അറിയാം കോളാണ്. അപ്പോൾ സമയക്കുറവ് കാരണം ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, ഓരോ ചോദ്യം വായിച്ച് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പുതിയ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ, അസേർഷൻ ആൻഡ് റീസൺ എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ പാറ്റേൺ കൊടുത്തു. ഉദാഹരണം ആദ്യത്തെ മാത്രം ഞാൻ വായിക്കാം. ഇന്ത്യസ് നാച്ചുറൽ ഗ്യാസ് റിസർവ് ഡ്യൂറിങ് 1923-24 വാസ് റെക്കോർഡഡ് 1194 ബില്യൺ ക്യൂബിക് മീറ്റേഴ്സ് ആയിരുന്നു.
അപ്പോൾ അതിൻ്റെ റീസൺ കൊടുത്തിട്ട് മേജർ ഷെയർ ഓഫ് ദിസ് റിസർവ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ ഓഫ്ഷോർ റീജിയൻ ഫോളോഡ് ബൈ ഈസ്റ്റേൺ. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷനാണ് നിങ്ങൾക്ക് തന്നിരിക്കുക. ഒന്നുകിൽ എയും ബിയും ശരിയാണ്, ഇല്ലെങ്കിൽ എ ശരിയാണ് ബി തെറ്റാണ്, ഇല്ലെങ്കിൽ എയും ബിയും ശരിയാണ് പക്ഷേ റീസൺ ഈസ് എ ബെസ്റ്റ് റീസൺ ആണ് കൊടുത്തിരിക്കുന്നത്, ഇതിൽ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള 4 ഓപ്ഷനാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ്. കാരണം എന്ന് പറയുന്നത് പിന്നെ 2 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. അതുപോലെ തന്നെ റീസൺ എന്ന് പറയുന്നത് ശരിയായ ഒരു എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചോദിക്കാൻ കഴിയുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജിയിൽ നിന്നുള്ള പിന്നെ നമ്മൾ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് ചോദിക്കുന്നത്. പൊട്ടൻഷ്യൽ എത്രയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിന്യൂവബിൾ സോഴ്സ് ഹയസ്റ്റ് എസ്റ്റിമേറ്റഡ് ജനറേഷൻ പൊട്ടൻഷ്യൽ എത്രത്തോളമാണ് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. അത് കൊടുത്തിട്ടുണ്ട്. വിൻഡ് എനർജി എന്നുള്ളതാണ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ചോദിക്കുന്നത് പെർ ക്യാപിറ്റൽ ഇലക്ട്രിസിറ്റി കൺസംപ്ഷൻ ഇന്ത്യ എത്രത്തോളമാണ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റീസണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന അസേർഷൻ റീസൺ ടൈപ്പ് ചോദ്യമാണ്. അതിനകത്ത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. കൃത്യമായും ഓപ്ഷനുകൾ വായിക്കണം. അത് ചില കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് 2ഉം ശരിയായിരിക്കും, ശരിയായ എക്സ്പ്ലനേഷൻ ആയിരിക്കും റീസണിൽ കൊടുത്തിരിക്കുന്നത്. ചിലതിനകത്ത് ആദ്യത്തെ എ ശരിയായിരിക്കും, ബി തെറ്റായിരിക്കും, ഇല്ലെങ്കിൽ എയും ബിയും ശരിയായിരിക്കും പക്ഷേ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിരിക്കും. അതിൻ്റെ കൃത്യമായും ചോദ്യം 1ഓ 2ഓ തവണ വായിച്ച് നോക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള പിന്നെ അസേർഷൻ ഓർ റീസൺ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പിന്നെ ഏത് സ്റ്റേറ്റിലാണ് ലിഗ്നൈറ്റ് ഏറ്റവും കൂടുതൽ ഉള്ളത്? ഞാൻ ഇപ്പോൾ മുമ്പേ പറഞ്ഞതേ ഉള്ളൂ, തമിഴ്നാട്ടിലാണ്. പ്രദേശവും ഞാൻ പറഞ്ഞു, നെയ്വേലി പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ. അത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള ലൊക്കേഷനിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ മിസ്റ്റേക്സ് ഉള്ളി പ്രൊഡ്യൂസർ ഓഫ് തിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റേറ്റിൽ മാത്രമാണ് ചെയ്യുന്നത്. ഏത് സ്റ്റേറ്റ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഛത്തീസ്ഗഡ് എന്നാണ് അതിൻ്റെ ഉത്തരം. ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ രാജസ്ഥാൻ ഹാസ് ലാർജസ്റ്റ് റിസർവ് ആസ്പെറ്റോസ്. അപ്പോൾ അത് എത്രത്തോളമാണ് ആസ്പെറ്റോസിൻ്റെ ഷെയർ രാജസ്ഥാനിൽ എത്രത്തോളം ഷെയർ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. 59%. പിന്നെ അതുകൊണ്ട് തന്നെ സാൾട്ട് ഉപ്പ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്റ്റേറ്റ് ഏതാണ്? എന്തുകൊണ്ടാണ് ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദനം കൂടുതലായിരിക്കുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നതിൻ്റെ മറ്റൊരു ചോദ്യം. പിന്നെന്ന് പറഞ്ഞാൽ മോണോസൈറ്റ് നമുക്ക് കേരളീയരായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തോറിയവും മോണോസൈറ്റും ഒക്കെ അറിയാം. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അത് ന്യൂക്ലിയർ എനർജിയുടെ ഇതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പല റെവല്യൂഷൻ നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ കേട്ടിട്ടുണ്ട്, വൈറ്റ് റെവല്യൂഷൻ കേട്ടിട്ടുണ്ട്, യെല്ലോ റെവല്യൂഷൻ അങ്ങനെ വരുവാണെങ്കിൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വർധനവുമായി ബന്ധപ്പെട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ഈ റെവല്യൂഷൻ അസോസിയേറ്റഡ് ക്രൂഡ് ഓയിൽ, പെട്രോളിയം, ബയോഡീസൽ തുടങ്ങിയവയുടെ പിന്നെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതിക്ക് പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ബ്ലാക്ക് റെവല്യൂഷൻ. അതുപോലെ തന്നെ പിന്നെ ഫസ്റ്റ് റാങ്ക് ഇൻ ദ വേൾഡ് പ്രൊഡക്ഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മിനറൽസിൽ ഏതൊക്കെയാണ് നമുക്ക് പിന്നെ ഏറ്റവും 1ാം റാങ്ക് ഉള്ളതെന്ന് ചോദിച്ചാൽ മൈക്കയുടെ ഉൽപ്പാദനത്തിൽ നമുക്ക് 1ാം റാങ്ക് ഉണ്ട്. ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലാണ്. ഇതിന് താഴെ കുറേ സോഴ്സുകൾ കൊടുത്തിട്ട് അതിൻ്റെ പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതിനകത്ത് റിന്യൂവബിൾ സോഴ്സ് ഏതാണെന്ന് ചോദിക്കും. ചിലപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നതിൽ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സ് ഏതായാലും. അപ്പം നിങ്ങൾ വ്യക്തമായും പരീക്ഷ എഴുതാൻ പോകുന്നതിന് നിങ്ങൾ ഒരു വാങ്ങിക്കുന്ന റിന്യൂവബിൾ സോഴ്സ് ഏതൊക്കെയാണ്, നോൺ റിന്യൂവബിൾ സോഴ്സസ് ഏതൊക്കെയാണ്, എമർജിങ് സോഴ്സസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അതിനകത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് റിന്യൂവബിൾ സോഴ്സസ് 4 5 എണ്ണം കൊടുത്തിട്ട് അതിനകത്ത് നോൺ റിന്യൂവബിൾ ഇല്ലെങ്കിൽ അതിൽ നിന്നുള്ളതായിരിക്കും ചോദിക്കാനായി സാധ്യതയുള്ളത്. പിന്നെ വരുന്നത് ഈ കോളും ഓയിലും ഒക്കെ കത്തുമ്പോഴത്തേനുണ്ടാവുന്ന പുറപ്പെടുവിക്കപ്പെടുന്ന ഗ്രീൻ ഹൗസിനകത്ത് പ്രധാനമായ ഏതാണ്? അത് സ്വാഭാവിക കാർബൺ ഡൈ ഓക്സൈഡാണ് ഏറ്റവും കൂടുതൽ ഗ്രീൻ ഹൗസിൽ, പ്രത്യേകിച്ചും പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഒക്കെ ബേൺ ചെയ്യുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ കത്തുമ്പോഴത്തേനുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസിലെ കാർബൺ ഡൈ ഓക്സൈഡാണ് കൂടുതൽ. പിന്നെ ഫോട്ടോസിന്തസിസ് ആണ്. ഫോട്ടോസിന്തസിസിൽ സോളാർ എനർജിയുമായി ബന്ധപ്പെട്ടതാണ്. ഫോട്ടോസിന്തസിസ് പ്ലാന്റ്സ് പ്രൈമറി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സോളാർ എനർജി തുടങ്ങിയ ചോദ്യങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ ഈ ചോദ്യങ്ങൾ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതൊക്കെ പ്രധാനപ്പെട്ട ഏരിയകളിൽ നിന്നുമാണ്
ഈ പരീക്ഷയ്ക്ക് ചോദിക്കുവാനുള്ള സാധ്യത ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഏതൊക്കെ മേഖലകൾ ഏതൊക്കെയാണെന്നും എത്രത്തോളം റിസർവാണ് ഇന്ത്യക്കുള്ളതെന്നും ഏതൊക്കെയാണ് പ്രധാനമായ ന്യൂക്ലിയർ പ്ലാന്റ് ആണെങ്കിൽ ന്യൂക്ലിയർ എനർജിയെക്കുറിച്ചാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആ ന്യൂക്ലിയർ പ്ലാന്റുകൾ എവിടെയൊക്കെയാണെന്നും ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ എവിടെയൊക്കെയാണെന്നും തുടങ്ങിയ കാര്യങ്ങൾ കൂടെ പഠിക്കുകയാണ് ഈ പരീക്ഷയ്ക്ക് ഇപ്പോൾ തയ്യാറെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകാനും നമുക്ക് പരിമിതികളുണ്ടായിരുന്നു. നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് ഓരോ മേഖലയെയും കൂടുതൽ എടുത്ത്, ഉദാഹരണം സോളാർ മേഖലയാണെങ്കിൽ ആ സോളാർ മേഖലയുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ എത്രയാണ്, എന്തൊക്കെ ഗവൺമെൻറ് സ്കീമുകളാണ് കൊടുത്തിരിക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ പ്രധാനമായ സ്കീംസ് ആൻഡ് പ്രോജക്റ്റ്, അതായത് ഈ സോളാർ മേഖലയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്ന മേഖലകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് എന്ന് മാത്രം പറയുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതലായി നമുക്ക് ഇതുമായി സംസാരിക്കാം. ഞാൻ ഇതിനകം ഇന്ത്യയിലെ വിവിധ സ്രോതസ്സുകൾ ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നും എത്രത്തോളം ശതമാനം ഊർജ്ജമാണ് ഓരോ സ്രോതസ്സിൽ നിന്ന് ലഭിക്കുന്നതെന്നും പരീക്ഷയ്ക്ക് വരാൻ കഴിയുന്ന ചില ചോദ്യങ്ങളും മാതൃകകളും ആണ് ഞാൻ ഇതിനകം നിങ്ങളുമായി ചർച്ച ചെയ്യപ്പെട്ടത്. ഞാൻ വീണ്ടും പറയുന്നു, ഇതേ ചോദ്യം തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കണമെന്നില്ല. പക്ഷേ ഞാൻ ഈ തന്നിരിക്കുന്ന ആ വീക്ഷണകോണുകളിൽ കൂടെ അല്ലെങ്കിൽ ആ ഏരിയകളിൽ കൂടെ നിങ്ങൾ അധിക വായനയിലൂടെ പരീക്ഷയ്ക്ക് പൂർണ്ണമായും തയ്യാറെടുക്കണം. ആ തയ്യാറെടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഒരു ദിശാബോധം ഉണ്ടാക്കിയെടുക്കുക മാത്രമാണ് ഞാൻ വീഡിയോയിൽ ചെയ്യാനായി ശ്രമിച്ചത്. ഇത് കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെല്ലാവരെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ പേരിൽ ഞാൻ നിങ്ങളെല്ലാവരെയും ഞാൻ നന്ദി പറയുന്നു. ഇനിയും പുതിയ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ ഇനിയും വരുന്നതാണ്. നിങ്ങൾ നൽകുന്ന എല്ലാ പ്രോത്സാഹനത്തിനും ഞാൻ നന്ദിയുള്ളവനായിരിക്കും. നന്ദി.